Long. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. അപ്പോ എങ്ങനെ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചിട്ട് മറന്നുപോയാ? ഒരു ദിവസം ആബ്സെന്റ് ആയിരുന്നു. അപ്പോ പെൻഡിങ് ആയില്ലല്ലോ അല്ലേ? മെമ്മറിയിൽ ഉണ്ടല്ലോ അല്ലേ ഓപ്പറേഷൻ തിയേറ്റർ? എല്ലാവരും PDF ഒക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ? വായിച്ചിട്ട് എങ്ങനെയാ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടായിരുന്നോ? ഇതിനൊക്കെ തമ്പൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കയറാല്ലേ? ക്ലാസ് എടുത്ത് തുടങ്ങാലോ. എവിടം വരെയാ നമ്മൾ പറഞ്ഞു നിർത്തിയതെന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ അവിടെ തുടങ്ങിയല്ലേ നമുക്ക് തുടങ്ങേണ്ടത്? അത് ജസ്റ്റ് പറഞ്ഞു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ? ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയെന്നാ തോന്നുന്നു. ഓക്കെ അല്ലേ? ശരിയല്ലേ? സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ച് നമ്മള് ഇവിടെ വരെ അല്ലെ, ടേബിൾ വരെ എത്തി നിൽക്കുകയായിരുന്നു തോന്നുന്നു. കണ്ടിന്യൂ ചെയ്യാലോ. ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ നേരത്തെ ഓപ്പറേഷന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ? അതിന്റെ ഒരു സോണിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് തുടങ്ങേണ്ടത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ കണ്ടത്? ഓപ്പറേഷൻ തിയേറ്ററിലെ കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ എന്താണ് ആ സോൺ തിരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വളരെ എന്താ പറയുക ശ്രദ്ധിക്കേണ്ട, കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് അതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ സെപ്പറേഷൻ തിരിച്ചിട്ട് തന്നെയാണ് അവിടുത്തെ ഓരോ ഡ്യൂട്ടീസും ചെയ്യേണ്ടത് എന്നുള്ള ഒരു മീനിങ്ങിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അവിടെ. അതുകൊണ്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്തു. അവിടെ എപ്പോഴും സ്റ്റാഫുകളെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ഓരോ സെപ്പറേഷൻ സ്പേസുകളൊക്കെ ആണെങ്കിലും അവിടെ നീറ്റ് ആൻഡ് ഇതായിരിക്കണം, ക്ലീൻ ആയിരിക്കും എപ്പോഴും. അതേമാതിരി തന്നെ ഓരോ പ്ലേസിലും കൃത്യമായ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അത് എന്താ പറയുക, നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്ന രോഗികൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അല്ലെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണതിനൊപ്പം തന്നെ എന്തെങ്കിലും കണക്കുകളൊക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ടും വീണ്ടും ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സിനും നഴ്സിനും എല്ലാവർക്കും പാസ് ആവശ്യമാണ് അല്ലെ, ഓരോ പ്ലേസിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായ ഓരോ പ്ലേസുകൾ തിരിച്ച് അത് വെല്ലായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ അത്തരം കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്ന് നമ്മൾ ഈ 5 പോയിന്റിലും ഡിസ്കസ് ചെയ്തു. അതുകൊണ്ട് തന്നെ എന്താണ് 5th പോയിന്റില് പറയുകയാണ്, therefore the whole of operation theatre suite is designed on the concept of 4 zones. ഇവിടെ തുടങ്ങിയാണ് നമുക്ക് എടുക്കാനുള്ളത് അല്ലേ? ഓക്കെ അല്ലേ? ഈ മുകളിലത്തെ പോയിന്റ്സ് ഞാൻ വീണ്ടും പറയുന്നതുണ്ടോ? വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? ആരും എന്നോട് ഒന്നും പറയുന്നില്ല, മെസ്സേജ് ഒന്നും വരുന്നില്ല. നിങ്ങൾ മോളിലത്തെ 4 പോയിന്റ്സും വായിച്ചിട്ട് ക്ലിയർ ആയിരുന്നോ? ആയിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് താഴെ തുടങ്ങിയാൽ പോയാൽ മതിയല്ലോ. ഞാൻ എന്താ വിചാരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 2 പേജ് തീർത്തിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ ഓർത്താണ്. അപ്പൊ ഒരു ലാസ്റ്റ് പേജ് ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ 2 പേജെങ്കിലും മിനിമം തീർക്കണം അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ആണ് ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ലേ? ക്ലീൻ ഫ്രം ഡേർട്ടി ട്രാഫിക്, നേരത്തെ ഞാൻ പറഞ്ഞു ആ ട്രാഫിക് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. സ്റ്റാഫ് ഹു ആർ വർക്കിംഗ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഏബിൾ ടു മൂവ് ഫ്രം one clean area to other without having to pass through unprotected areas. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ? Solid materials and waste have to be eliminated from the operating rooms without passing through clean areas. അതിൽ കൂടി ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ത് മറ്റ് വേസ്റ്റുകളൊന്നും. Then operation theatre ventilation ഒക്കെ അതിന്റെ കാര്യങ്ങളും വീണ്ടും പറഞ്ഞു. Hence the direction and flow with the operation theatre suite should be from the cleaner to lesser clean areas. Then വീണ്ടും നമ്മൾ എന്താ പറഞ്ഞത്? 5th പോയിന്റിലേക്ക് വരുമ്പോൾ therefore the whole operation theatre suite is designed on the concept of 4 zones. 4 സോണിൽ നമ്മൾ സെപ്പറേഷൻ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മയിൽപ്പെട്ടെ. ആരോ എന്നോട് ഫസ്റ്റ് ഇതിൽ പറഞ്ഞു കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് അല്ലെ, നമ്മള് എന്താ പറയാ ഓപ്പറേഷന്റെ ടൈമില് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഫസ്റ്റ് പോയിന്റിലാണെന്ന് തോന്നുന്നു.
അപ്പൊ അത് പറഞ്ഞിരുന്നു. സർജറി എന്ന് പറയുമ്പോ നമ്മള് എന്താ കീബോർഡ് സർജറി പറഞ്ഞു, ഒപ്പം തന്നെ എന്താണ് ക്യാമ്പസ്, അതില് റോബോട്ട് അസിസ്റ്റഡ് സർജറി പറഞ്ഞു. അതില് ഒരു നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും ഒന്നും റോബോട്ടിനെ ബേസ് ചെയ്തിട്ടല്ല, അത് ചെയ്യുന്നത് പൊതുവെ ഡോക്ടേഴ്സ്, അതിന് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സ് തന്നെയാണ്. പക്ഷെ അവർക്ക് ഡിവൈസസ് യൂസ് ചെയ്യാനായിട്ട് റോബോട്ടിന്റെ സഹായം തേടാവുന്നത് ആണ് എന്നുള്ളതാണ് എന്റെ റോബോട്ട് അസിസ്റ്റഡ് സർജറീസിൽ ഉള്ളത്. ഞാൻ അന്ന് പറഞ്ഞപ്പോ എനിക്ക് രോഗനിർണയവും കൂടി വന്നു എന്ന് ഒരു ഡൗട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റോബോട്ട് അസിസ്റ്റഡ് സർജറീസില് പൊതുവെ അസിസ്റ്റ് ചെയ്യുന്നത് എന്താണ്, ഈ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഡിവൈസുകൾ, ചെറിയ ചെറിയ ഡിവൈസുകൾ വേണമല്ലോ. അപ്പൊ അത്തരം സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള ഹെൽപ്പ് റോബോട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. പക്ഷെ ഡോക്ടേഴ്സ് തന്നെയാണ് എന്റെ ഡയഗ്നോസിസ്, രോഗത്തിന്റെ നിർണയവും ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്യുന്നത്. ആരൊരു ഡൗട്ട് ചോദിച്ചിരുന്നു, അന്നേരം ഞാൻ ഒരു സംതിങ് രോഗനിർണയത്തിന്റെ കാര്യം കൂടി ആ പ്ലേസ് എന്തോന്ന് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് റോബോട്ടിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നോട്ട് ചെയ്തൊന്നും തോന്നണം. അതൊന്ന് ക്ലിയർ ഔട്ട് ചെയ്തതാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റായ ആശയങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ പാടില്ലല്ലോ. ഓക്കെ ആയോ? ക്ലിയർ ആയോ? ഈ ക്ലാസ്സിൽ തന്നെയല്ലേ അത്? അപ്പൊ ആരോ ചോദിച്ചായിരുന്നു, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് നടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫിഫ്ത്ത് പോയിന്റ് നമ്മൾ പറഞ്ഞത്, therefore the whole operation theatre suite is designed on the concept of 4 zones. അപ്പൊ അതിലെന്താ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സോൺസ് ആയിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് സോണ്, ക്ലീൻ സോണ്, സ്റ്റെറൈൽ സോണ്, ഡിസ്പോസൽ സോണ്. ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയാണ് അതിൽ നിന്ന് നമുക്ക് എന്താ സെപ്പറേഷൻ കാണിച്ചിരിക്കുന്നത്. ഓരോ ഏരിയനെ തിരിച്ചിരിക്കുന്നത് എന്തിന്റെ മീനിങ്ങിലാണല്ലോ, അത് ജസ്റ്റ് ഹോസ്പിറ്റലില് ആ സോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും അത്തരം കാര്യങ്ങൾ നടക്കുക എന്നത് ഓർമ്മിക്കുക. അല്ല, സംരക്ഷണ മേഖല അല്ലെ. പ്രൊട്ടക്റ്റീവ് സോണിൽ എന്താ പറയുന്നത്, റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്, അവരെല്ലാവരും അല്ലെ. റിസപ്ഷൻ എന്ന് പറയുന്നത് വെയിറ്റിംഗ് ഏരിയ, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ വരുന്ന സ്ഥലം എന്താണ്, പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ചേഞ്ചിങ് റൂം, പ്രീ അനസ്തേഷ്യ, സ്റ്റോർ റെക്കോർഡ്സ്, ഇതെല്ലാം എവിടെയാണ്, പ്രൊട്ടക്റ്റീവ് സോണിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അവിടെയാണ് അവരെല്ലാം ആ ഒരു പ്ലേസുകളെല്ലാം ഉണ്ടായിരിക്കുന്നത്. പിന്നെ ക്ലീൻ സോൺ എന്ന് പറയുമ്പോൾ താഴേക്കും ഉണ്ടോ, ഓട്ടോക്ലേവ് ടിഷ്യൂ, ട്രോളി ബേ, ഇതെല്ലാം എന്താണ് പ്രൊട്ടക്റ്റീവ് സോണിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലീൻ സോണിൽ എന്താണ്, പ്രീ ഓപ്പറേറ്റിംഗ് റൂം അല്ലെ, ഓപ്പറേഷന് മുമ്പുള്ള ആ റൂം, അതെവിടെയാ, ക്ലീൻ സോൺ ആയിരിക്കണം. ആ ടൈമിലൊക്കെ, അതായത് പ്രൊട്ടക്റ്റീവ് സോണിൽ നിന്നും ഇച്ചിരി കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്താ ക്ലീൻ സോൺ. അവിടെ പ്രീ ഓപ്പറേറ്റിംഗ് റൂം, റിക്കവറി റൂം അല്ലെ. അപ്പോ പിന്നെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ ഡ്രസ് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ആ റൂം, പ്ലാസ്റ്റർ റൂം, സ്റ്റാഫ് റൂം, അസിസ്റ്ററ്റിക് റൂം, എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രോസസർ, ഇത്തരം സംഭവങ്ങളെല്ലാം എന്താണ് ഈ അടുത്തതായിട്ടുള്ള ക്ലീൻ സോണിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റെറൈൽ അസ്ബറ്റിക് സോൺ, അവിടെ നമുക്കറിയാം എന്താണ്, അവിടെ എല്ലാം അണുവിമുക്തമാക്കുന്ന ഒരു ഏരിയ. ആ ഭാഗത്തുമായിട്ടാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് റൂം, സ്ക്രബ് റൂം, അനസ്തീഷ്യ ഇൻഡക്ഷൻ റൂം, ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ, ഇൻസ്ട്രുമെന്റ് ട്രോളിംഗ് ഏരിയ. അതായത് പെട്ടെന്നുള്ള കുറെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആവശ്യമാണ്. അപ്പൊ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടേണ്ടതുണ്ട് അല്ലെ. നമ്മൾക്ക് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇന്ന സാധനം വേണം, അല്ലെങ്കിൽ അടുത്ത സാധനം വേണം എന്നൊക്കെ നമുക്ക് വരാം. ആ ടൈമില് അത് എടുത്തുകൊണ്ട് വരാനായിട്ട് ആ ടൈമിലുള്ള പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്, നല്ല ക്ലീൻ ആയിട്ടുള്ള ഏരിയ ആയിരിക്കണം. ആ ഏരിയയിൽ അണുവിമുക്തമായിട്ടുള്ള സംഭവങ്ങളായിരിക്കണം അവിടെ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതുകൊണ്ടാണ്. ഓപ്പറേറ്റിംഗ് സോണിൽ നമ്മൾ റിസപ്ഷനും വെയിറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ക്ലീൻ സോണിലേക്ക് വരുമ്പോൾ വീണ്ടും ഈ ഓപ്പറേഷന് മുമ്പുള്ള ആ ഒരു വെയിറ്റിംഗ് റൂം അല്ലെ, പ്രീ ഓപ്പറേറ്റിംഗിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന റൂമാണ്. അവിടെ ആ പ്ലേസുകൾ അതൊക്കെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. വീണ്ടും സ്റ്റെറൈൽ അസ്പെക്റ്റീവ് സോൺ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്ലേസിനോട് ചേർന്നായിരിക്കും. കാരണം ഇൻസ്ട്രുമെന്റ്സ്, നമുക്ക് അതിന് ആവശ്യമായ ഡിവൈസുകളും സാധനങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കണം.
അപ്പൊ അതുകൊണ്ടാണ് സ്റ്റെറൈൽ അസ്പെക്റ്റിക് സോൺ എന്ന് പറയുന്നത്. അവിടെ എപ്പോഴും അണുവിമുക്തമായ സാധനങ്ങളായിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് കൈ വാഷ് ചെയ്ത് അല്ലെങ്കിൽ എന്താ ഗ്ലൗസ് ഒക്കെ മാറ്റി പെട്ടെന്ന് കൈയൊക്കെ വാഷ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ആക്ഷനൊക്കെ എടുക്കേണ്ടതുണ്ട്. അപ്പൊ ആ ഏരിയ എപ്പോഴും എന്താണ് സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു അസ്പെക്റ്റീവ് സോൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം. എന്തായാലും നമ്മൾ വീണ്ടും പറയുന്നു, ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ, ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. എനിക്ക് ഇൻ കേസ് എന്തെങ്കിലും കാര്യവശാല് നമുക്കറിയാം അവിടെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു വ്യക്തി കൊണ്ട് പഠിച്ച് അല്ലെ വാർഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ട്. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും ഈ ഏരിയകളെ കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് നോളജ് ഉണ്ടാവും. അതായത് ആ സോണുകളിലേക്ക് ചെല്ലുമ്പോൾ വളരെ പക്ക അല്ലെ എന്തെങ്കിലും ഇതുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേലധികാരികളിൽ നിന്നെല്ലാം കണക്കുകളൊക്കെ കിട്ടും. അപ്പൊ അവിടെ എപ്പോഴും മാത്രം വെൽ ക്ലീൻ ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഏരിയകളാണ്. ഡിസ്പോസൽ സോൺ നമുക്കറിയാൻ പറ്റും എന്താണ് വേസ്റ്റുകളെല്ലാം ഡിസ്പോസ് ചെയ്യുന്ന ഒരു പ്ലേസ് അല്ലെ. ഡേർട്ടി വാഷർ റൂം, ഡിസ്പോസൽ കോറിഡോർ, ജെയിനർ ക്ലോസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കാവൽക്കാരൊക്കെ നിൽക്കുന്ന ആ ഒരു പ്ലേസിലൊക്കെ ആ സംഭവങ്ങളെല്ലാം വേസ്റ്റ് സംഭവങ്ങളെല്ലാം ഡിസ്പോസ് ചെയ്യാനും അവിടേക്ക് തിരിച്ചിടാനും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ നിൽക്കുന്ന പ്ലേസ് ആണ് എന്താ ഡിസ്പോസൽ സോൺ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ ആസ്പെക്റ്റീവ് സോൺ, ഡിസ്പോസൽ സോൺ എന്ന് പറഞ്ഞാൽ അത് സെപ്പറേറ്റ് ആക്കി തിരിച്ചു വെച്ചിരിക്കുന്നേ ഉള്ളൂ. എല്ലാ ഹോസ്പിറ്റലിലും ഇത് എല്ലാത്തിനും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ താഴെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്താ യൂഷ്വൽ ഏരിയ ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. ആ ഏരിയയിൽ ഇതെല്ലാം നമുക്ക് എന്താ പറയാ ഓപ്പറേഷൻ തിയേറ്ററിൽ ചിലപ്പോ ഇതെല്ലാം സെപ്പറേറ്റ് ആക്കി ചെയ്യുന്നത് കാണാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അവര് സെപ്പറേറ്റ് തിരിച്ചു വെക്കുന്നതാണ്. എന്താ പ്രൊട്ടക്റ്റീവ് സോണില് ഇന്ന കാര്യങ്ങളായിരിക്കണം. ക്ലീൻ സോണില് എന്താണ് പ്രീ ഓപ്പറേറ്റിംഗ് റൂം, റിക്കവറി റൂം, പ്ലാസ്റ്റർ റൂം, സ്റ്റാഫ് റൂം ഇതെല്ലാം ക്ലീൻ സോൺ ആയിട്ട് യൂസ് ചെയ്യണം. then സ്റ്റെറൈൽ ആസ്പെക്റ്റീവ് സോൺ എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് സ്ക്രബ് റൂം, അനസ്തേഷ്യ, ഇൻഡക്ഷൻ റൂം, then ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ, then എന്താണ് ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ഇതില് ഡിസ്പോസൽ സോണിൽ എന്താണ് ഡേർട്ടി വാഷർ റൂം, ഡിസ്പോസൽ കോറിഡോർ, ജെയിനർ ക്ലോസറ്റ്. നിങ്ങൾക്ക് വായിച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ഓക്കെ ആണോ? ഇപ്പൊ നിങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കാൻ അനസ്തേഷ്യക്ക് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാനായിട്ട് എവിടെ പോകുന്നു എന്നുള്ള ആ ഒരു ടേബിൾ വന്നു കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ എന്താ പറയുക സ്റ്റെറൈൽ ആസ്പെക്റ്റീവ് സോൺ. ആ പ്ലേസിലേക്ക് കയറുമ്പോഴേക്കും അവർ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമാണ് അല്ലെ. അത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷന് വിധേയമാകുകയാണ് അല്ലെ. അപ്പൊ അത് ഒരുപാട് ഡിസ്റ്റൻസ് വരുന്നില്ല അവിടെ. അതേമാതിരി തന്നെ എന്തെങ്കിലും പെട്ടെന്ന് പറ്റുന്ന ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപകരണങ്ങൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ആവശ്യമാണെങ്കിൽ അതെല്ലാം കീപ്പ് ചെയ്തിരിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് സ്റ്റെറൈൽ ആസ്പെക്റ്റീവ് സോണിലാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഈ സോൺ തിരിച്ചേക്കുന്നത് ക്ലിയർ ആയോ? അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. ഇത് നമുക്ക് വായിച്ചു വിടാവുന്ന ഒരു ചാപ്റ്റർ ആണ്. അത്യാവശ്യം നമുക്ക് അറിയാവുന്ന മേഖലയും കൂടി ആയതുകൊണ്ട് വലിയ വിഷയമില്ലാത്ത ഒരു ചാപ്റ്റർ ആണ്. യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. എന്താ പറയുന്നത് നമ്മളുടെ എന്താ പറയാ ഓപ്പറേഷൻ തിയേറ്ററിലെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. നോ റിസപ്ഷൻ ഏരിയ. ഈ നേരത്തെ പറഞ്ഞ റിസപ്ഷൻ ഏരിയ ഒന്നും അവിടെ പ്രത്യേകിച്ച് ഇല്ല എങ്കിൽ അത് എന്താണ് അതൊരു ഡെഫിഷ്യൻസി തന്നെയാണ്. Then no separate rooms for surgeons, anesthesiologists, doctors, then operation theaters attendants. അങ്ങനെയുള്ളവർക്കൊന്നും സെപ്പറേറ്റ് റൂമുകളൊന്നും മിക്കവാറും വലിയ ഹോസ്പിറ്റലൊന്നും ആണെങ്കിൽ കൂടി ഇങ്ങനെ അല്ലെ സെപ്പറേറ്റ് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. എനിവേ ഇതെല്ലാം ഹോസ്പിറ്റലും പ്രാവർത്തികമാക്കാൻ പറ്റിയെന്ന് വരില്ല ഇങ്ങനെ സോൺ തിരിച്ചുകൊണ്ടൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും കുറെ കാര്യങ്ങളൊക്കെ അവിടെ ശ്രദ്ധിച്ചിരിക്കും അല്ലെ. ആ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് എന്താ പറയുക എൻട്രൻസ് മുതൽ അങ്ങ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വരെയുള്ള ഏരിയ എപ്പോഴും പ്രൊട്ടക്റ്റീവായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അവിടെ കീപ്പ് ചെയ്യും. അങ്ങനെയെങ്കിൽ പൊതുവേ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറയുന്നത്. നോ സെപ്പറേറ്റ് റൂംസ് ഫോർ സർജൻസ്, അനസ്തേഷ്യോളജിസ്റ്റ്, ഡോക്ടേഴ്സ്, അറ്റൻഡൻസ്. അത് വീണ്ടും പറയുന്നു നോട്ട് ഇനഫ് നമ്പർ ഓഫ് ചേഞ്ച് റൂംസ് ഫോർ ഡിഫറെന്റ് ക്ലാസ് ഓഫ് പീപ്പിൾ. ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ പീപ്പിൾസിനും ഓരോ വ്യക്തികൾക്കും ചേഞ്ച് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് റൂംസ് ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ചിലപ്പോ എന്താ പറയാ പേഷ്യൻസിനെ തന്നെ ചിലപ്പോ അവര് ആ എവിടെ നിന്നാണ് കൊണ്ടുപോകുന്ന ആ പ്ലേസിൽ തന്നെ റൂമിൽ അല്ലെ ആ വ്യക്തിനെ ചേഞ്ച് ചെയ്തിട്ടാണ് കൊണ്ടുപോകാറ്. മിക്കവാറും അങ്ങനെയാണ്. അതേമാതിരി തന്നെ ഡോക്ടേഴ്സ് ആണെങ്കിലും അവരുടെ അവൈലബിൾ ആയിട്ടുള്ള പ്ലേസിലാണ്. പ്രത്യേകിച്ച് റൂംസ് ഒന്നും ഉണ്ടായെന്ന് വരില്ല. പിന്നെ എന്താ പറയുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഡോർസ് എക്സെട്ര.
അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഡോസും ചിലപ്പോൾ കൊണ്ടുപോകാനായിട്ട് ഒരു പ്ലേസിൽ കൂടെ എല്ലാ പ്ലേസുകളിലും എന്താ പറയുന്നത് ഓപ്പൺ ഡോറോ ഭയങ്കര സ്ട്രക്ചറും എല്ലാം കയറ്റിക്കൊണ്ട് പോകുന്ന തരത്തിലുള്ള ഡോറുകളൊന്നും സ്ഥാപിക്കാൻ പറ്റിയതല്ല. അതിനൊക്കെ ഒരു സെപ്പറേറ്റ് പ്ലേസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാ പ്ലേസിലും ഇങ്ങനത്തെ സൈസ് ഡോർസ് ഉള്ള പ്ലേസുകളൊന്നും ഉണ്ടായെന്ന് വരില്ല. Then lack of a laminar flow, mandatory air exchange system in ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ അല്ലെ നല്ല പ്രതലത്തിലൂടെ കിടക്കുന്നത് ശുദ്ധമായ വായു എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് അത് ആ ഒരു എന്താ പറയാ അതിനൊരു എയർ സർക്കുലേഷൻ ഉണ്ട്. അതിന് പറ്റിയ അനുയോജ്യമായ തന്നെ പ്ലേസുകളും ഡോറുകളും വന്ന എല്ലായിടത്തും ഫിറ്റ് ചെയ്തൊന്നും വരില്ല. അതുകൊണ്ടാണ് പറയുന്നത് മസ്റ്റാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ നല്ല ശുദ്ധമായ വായു പ്രവേശിക്കുന്ന തരത്തിലുള്ള അറേഞ്ച്മെന്റ് ആണ് ചെയ്തിരിക്കേണ്ടത്. പക്ഷെ ചിലപ്പോഴൊന്നും അത് സാധ്യമാവാറില്ല. അതൊക്കെ ഒരു ഡെഫിഷ്യൻസി തന്നെയാണ്. Then a lack of a standard operation theater protocols. ഓപ്പറേഷൻ തിയേറ്ററിൽ പാലിക്കേണ്ട കുറെ പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട്. അതിന്റെയൊക്കെ അഭാവം എന്ന് പറയുന്നത് എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒരു ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നു. Then no separate central sterile supply department. ചിലപ്പോൾ നമുക്കറിയാം സെൻട്രൽ CSSD എന്ന് പറയുന്നതിന്റെ ഒരു ഫുൾ ഫോം ആണ് എന്താ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് അല്ലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ എന്താ പറയണ നമ്മുടെ അണുവിമുക്തമാക്കിയിട്ട് അവർക്ക് സപ്ലൈ ചെയ്യുന്നു. അതായത് എല്ലായിടത്തു നിന്നും അണുക്കളും അതൊക്കെ നിറഞ്ഞതാണെങ്കിൽ കൂടിയും അവരത് കളക്ട് ചെയ്ത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയിട്ടാണ് അവരെല്ലാം എന്താ പറയുക അണുവിമുക്തമാക്കി തിളപ്പിക്കേണ്ടത് അല്ലെങ്കിൽ തിളപ്പിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ എന്താ പറയണ ഇത് കൊടുത്തിട്ട് അല്ലെ ചൂടോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഇതിൽ നിന്നുള്ള അണുക്കളെ നിർമ്മാർജ്ജനം ചെയ്തിട്ട് അത് കൃത്യമായ സ്ഥലങ്ങളിലേക്ക് അതായത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഓരോ പ്ലേസിലേക്കൊക്കെ കൃത്യമായിട്ട് സപ്ലൈ ചെയ്യുന്നത് അത് ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. എവിടെയൊക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ആ എക്യുപ്മെന്റ്സ് എല്ലാം എപ്പോഴും അണുവിമുക്തമായിരിക്കണമല്ലോ. അപ്പൊ അതെല്ലാം കളക്ട് ചെയ്ത് ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ച് വീണ്ടും അവിടെ ഇതെല്ലാം അണുക്കളൊക്കെ നശിപ്പിച്ചതിന് ശേഷം അവർക്ക് വീണ്ടും സപ്ലൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഇത് ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ CSD എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. ഓപ്പറേഷൻ തിയേറ്ററിന് മാത്രമായിട്ട് ഒരു സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഉണ്ടായിരുന്നു വരില്ല. ചിലപ്പോൾ ഹോസ്പിറ്റലില് മൊത്തത്തിലൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ മിക്ക ഹോസ്പിറ്റലിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഒരു ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നു. അതായത് ഓപ്പറേഷൻ ആണെങ്കിൽ അതിനു വേണ്ടി മാത്രം ഒരു ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രായോഗികമല്ല. അതുകൊണ്ടായിരിക്കാം അത് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഡെഫിഷ്യൻസി ആയിട്ട് എടുത്തു പറയുന്നു. Then waiting area recovery, not well equipped അല്ലെങ്കിൽ എന്താ പറയുക lack of basic facility. നമ്മുടെ വെയിറ്റിംഗ് ഏരിയ അല്ലെങ്കിൽ റിക്കവർ ചെയ്ത് അവരെ എന്താ പറയുക ഓപ്പറേഷൻ കഴിഞ്ഞാലും അതിന് മുമ്പും ഒക്കെ കൊണ്ടുപോവുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പ്ലേസ് എന്ന് പറയുന്ന വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് നോട്ട് വെൽ എക്വിപ്ഡ്. പക്ഷേ അവിടെ ഇരിക്കാനും അല്ലെങ്കിൽ ഇവിടെ കിടത്താനും എല്ലാത്തിനും സൗകര്യത്തോട് കൂടിയിട്ട് ചിലപ്പോൾ ആയെന്ന് വരില്ല. അല്ലെങ്കിൽ ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ് സാധാരണയായിട്ടുള്ള ബേസിക് ഫെസിലിറ്റി സാധാരണ ചിലപ്പോൾ ഓപ്പറേഷൻ നമ്മളെ തിയേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ നേരെ റൂമിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുക. അത് വീണ്ടും ഒരു പ്ലേസിലേക്ക് ചിലപ്പോൾ ഭയങ്കര ക്രിട്ടിക്കൽ പ്ലേസ് എന്തൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ പൊതുവെ നമ്മൾ ഒബ്സർവേഷൻ റൂമിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട് അല്ലെ. അത് സ്വാഭാവികമാണ്. പക്ഷെ ഇത് ഇങ്ങനെ വെയിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞ ഒരു അരമണിക്കൂറിന് ശേഷമൊക്കെയാണ് റൂമിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതാണ് പറയുന്നത് വെയിറ്റിംഗ് ഏരിയ റിക്കവറി എന്ന് പറയുന്നത് നോട്ട് വെൽ എക്വിപ്ഡ് അല്ലെങ്കിൽ ബി പറയുന്നത് ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റിയോട് കൂടിയിട്ട് അല്ലാതെ ആകുന്ന ഒരു രീതി. അതൊക്കെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒരു ഡെഫിഷ്യൻസി എന്ന് എടുത്ത് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ടായിരിക്കണം. ഓപ്പറേഷൻ തിയേറ്റർ ആവുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്രയും സോണുകൾ തിരിച്ച് കാര്യങ്ങൾ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം അവിടെ മസ്റ്റായിട്ട് വേണ്ടിയതാണ്. പക്ഷെ മിക്കവാറും അങ്ങനെയൊന്നും സംഭവിക്കാറില്ല എന്ന് അവര് എടുത്ത് പറയുന്നതാണ്. ക്ലിയർ ആയോ? ഞാൻ വായിച്ചു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. അതുകൊണ്ടാണ് അത് ഞാൻ അങ്ങനെ വിവരിച്ചു പോകുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാട്ടോ, കുഴപ്പമില്ല. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോ ഇനി നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാലോ, കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ. ഓക്കെ, ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. എന്തൊക്കെ തരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഉള്ളതെന്ന് നോക്കാം. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്താന്ന് പറയുന്നുണ്ട്. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താണ് പ്രത്യേകത എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്.
Prefabricated modular operation theater is a finished steel structure with jointless sterile coating that provides a high quality finish. These operation theaters provide the benefits of a അതായത് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ നിങ്ങൾ മിക്കവാറും എല്ലാവരും കയറിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന് എന്തെങ്കിലും ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു സെപ്പറേഷൻസ് ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ പൊതുവെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഒരു പേടിയോടുകൂടി ഉത്കണ്ഠയോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും പോണേ അല്ലെ. നമ്മൾ അതുകൊണ്ട് ആ റൂമിനെ കുറിച്ചിട്ടൊന്നും വലിയ ധാരണകളൊന്നും ചിലര് എസ് എന്ന് പറയുന്നുണ്ട്. എന്താണ് എന്തെങ്കിലും പ്രത്യേകത എന്തെങ്കിലും ഒന്ന് പറയാമോ? ഒന്ന് ഞാൻ അത് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പ്രത്യേകത മറ്റെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ഒന്ന് പറയാമോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തായാലും പറയുന്നില്ല. അതെന്തോ ചിലപ്പോ ഇങ്ങനെ ചോദിക്കുന്നു ഓർക്കാനായിട്ടായിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോ പെട്ടെന്ന് എന്താ അല്ലെ പ്രതീക്ഷിച്ചില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. എനിവേ, എന്താ ഓപ്പറേഷൻ തിയേറ്ററിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അവര് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിലെ എപ്പോഴും ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള തിയേറ്റർ ആയിരിക്കാം. സ്റ്റീൽ സ്ട്രക്ചർ വിത്ത് ജോയിന്റ്ലെസ് സ്റ്റെറൈൽ കോട്ടിങ്. ഓക്കെ, ഫുൾ AC ആണ് എന്നറിയാം. ശരിയാണ്. നമ്മള് മിക്കവാറും എല്ലാ ഓപ്പറേഷൻ തിയേറ്റർ മസ്റ്റായിട്ട് AC ആയിരിക്കും. കാരണം എന്താണ്, ബാക്ടീരിയസ് ഒന്നും ഡെവലപ്പ് ചെയ്യാൻ പാടില്ല. മെഷീൻസ് ഒരുപാടുണ്ടാകും. യെസ്, അതൊക്കെ ശരിയാണ്. മെഷീൻസ് ഒരുപാടുണ്ടാകും. ഞാൻ കേറിയിട്ടില്ല എന്നാണ് പറയുന്നു. ഓക്കെ, ഗുഡ്. ഭാഗ്യമുണ്ട്, എന്തായാലും കയറാൻ അവസരം കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കുക. എന്തായാലും കുഴപ്പമൊന്നുമില്ല. കെയറിംഗ് വെച്ച് നമുക്ക് അല്ലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യം തന്നെയാണ്. ഇടയ്ക്കൊക്കെ ചിലർക്ക് വേണ്ടി വരും. ക്ലീൻ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. കുറെ റൂം എന്താ പറയുക എപ്പോഴും AC ആയിരിക്കും. അതേമാതിരി ഒരുപാട് മെഷീൻസ് ഉണ്ടാവായിരിക്കും അവിടെ. പിന്നെ ക്ലീൻ ആയിരിക്കും. ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഒപ്പം തന്നെ പല പല ശബ്ദം കേൾക്കാം മെഷീൻസിന്റെ. ഓക്കെ, അതൊക്കെ ശരിയാണ്. നമ്മള് മൈൻഡിലേക്ക് നമുക്കറിയാം. അത് ഇങ്ങനെ ടിക് ടിക് എന്നൊക്കെ പറഞ്ഞ കുറെ ഒച്ചപ്പാടൊക്കെ അല്ലേ, അതൊക്കെ കേൾക്കാം. കാരണം നമ്മുടെ എല്ലാ ഇതും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കൊണ്ടുപോകുമ്പോൾ. അപ്പൊ അതെല്ലാം ശരിയായ കാര്യമാണ്. ഇവിടെ അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്ട്രക്ചറെ കുറിച്ച്, അതായത് ഈ ഓപ്പറേഷൻ തിയേറ്ററിന്റെ സ്ട്രക്ചർ, ആ ഘടന, അതിനെ കുറിച്ചിട്ടാണ് ഇതിൽ വിശദീകരിക്കുന്നത്. നമ്മള് പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അതിന്റെ മോഡലിനെ കുറിച്ചിട്ട്, അതിന്റെ ആ രീതി, അതാണ് ഇവിടെ ഇവര് ഉദ്ദേശിക്കുന്നത്. അതായത് ഫാബ്രിക്കേറ്റഡ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഈസ് അണ്ടർസ്കോർഡ് ഉണ്ട്. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ ഈസ് എ ഫിനിഷ്ഡ് സ്റ്റീൽ സ്ട്രക്ചർ വിത്ത് ജോയിന്റ്ലെസ് സ്റ്റെറൈൽ കോട്ടിംഗ് ദാറ്റ് പ്രൊവൈഡ്സ് എ ഹൈ ക്വാളിറ്റി ഫിനിഷ്. എപ്പോഴും അതൊരു നമ്മൾ അധികം അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മള് സാധാരണ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാറില്ല. പൊതുവെ നമ്മൾ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ പറയുന്ന ഒരു കാര്യം, ഇത് എപ്പോഴും എന്താണ് ഹൈ ക്വാളിറ്റി ഫിനിഷോട് കൂടിയിട്ട് ആ ഹോസ്പിറ്റലിലെ ഏറ്റവും നല്ല രീതിയിൽ ഫിനിഷിങ്ങോടെയും കൂടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഏരിയ ആയിട്ടാണ് ഇവർ പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജോയിന്റ്ലെസ് സ്റ്റെറൈൽ കോട്ടിംഗ് ആണ്. അത് എപ്പോഴും നമുക്ക് വേണമെങ്കിൽ അത് വീണ്ടും ഇംപ്രൂവ്മെന്റ് ഓക്കെ അദ്ദേഹം കാണുന്നില്ല. ഓക്കെ, വീണ്ടും ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ട് എന്തെങ്കിലും വരുന്നതുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സജ്ജീകൃതമായ രീതിയിലാണ് ഈ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദീസ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് പ്രൊവൈഡ് ദ ബെനിഫിറ്റ് ഓഫ് എ, എന്താണ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്, റാപ്പിഡ് കൺസ്ട്രക്ഷൻ. അതില് എപ്പോഴും എന്താണ് ആ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, അത് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളപ്പോ മാറ്റം വരുത്താനായിട്ട് ഉള്ള ആ രീതിയിലായിട്ടാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും നിർമ്മിക്കാം. റാപ്പിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്നുള്ള ഉദ്ദേശം. പെട്ടെന്ന് നമുക്ക് വീണ്ടും എന്തെങ്കിലും എക്സ്റ്റെൻഡ് വർക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. അതേമാതിരി തന്നെ പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്. നമ്മള് എപ്പോഴും എന്താണ് മലിനീകരണങ്ങളൊക്കെ വരാണെങ്കിൽ പെട്ടെന്ന് അതിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ക്രിയേഷൻ ആയിരിക്കും ഇവിടെ പ്രധാനം കൊടുത്തിരിക്കുക. എന്തെങ്കിലും അങ്ങനത്തെ മുൻകരുതലുകൾ എടുക്കുന്ന രീതിയിലാണ് അതിന്റെ സ്ട്രക്ചർ ചെയ്തിരിക്കേണ്ടത്. ലോങ്
ഡ്യൂറബിലിറ്റി, കൂടുതൽ ഈട് നിൽക്കുന്ന തരത്തില് അല്ലെ, മറ്റെല്ലാ സ്ഥലങ്ങളൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ സംഭവിച്ചാലും ഈ ഓപ്പറേഷൻ തിയേറ്ററിന് ഒരു കേടുപാടും വരുത്തരുത് എന്നുള്ള ഒരു രീതിയിലായിരിക്കണം അത് സജ്ജീകൃതമാക്കിയിരിക്കേണ്ടത്. കാരണം നമുക്കറിയാം, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നല്ല ഒരുപാട് എക്യുപ്മെന്റ്സും കാര്യങ്ങളെല്ലാം ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് മാത്രമേ തന്നെ പേഷ്യൻസിന് ഒരിക്കലും മറ്റു വ്യക്തികൾക്കൊക്കെ ചിലപ്പോൾ ആണെങ്കിൽ വേറെ ഏതെങ്കിലും റൂമിലേക്ക് നമ്മൾ എന്താ പറയാ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ്, അതായത് റൂമിലോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ തന്നെ ചിലപ്പോൾ എനിക്ക് പോകാനും ഒക്കെ പറ്റും. പക്ഷെ തിയേറ്ററിൽ കയറ്റിയിരിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള ചാൻസ് ഇല്ല. കാരണം അവര് ആ ടൈമിൽ എന്താണ് ഭയങ്കര പ്രോബ്ലം അല്ലെ, മറ്റെല്ലാ മെഷീൻസിന്റെയും എല്ലാത്തിന്റെയും സഹായത്തോടു കൂടിയിട്ടാണ് അവരവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ ടൈമിൽ ഇവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് വളരെ ലോങ് ഡ്യൂറബിലിറ്റി തക്ക വിധത്തില് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂമായിരിക്കാം ഇത് സജ്ജീകൃതമാക്കേണ്ടത്. സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ഇൻ കേസ് ഈ തിയേറ്റർ വലുതാക്കണമെങ്കിൽ എപ്പോഴെപ്പോഴും അത് നമ്മൾ പറഞ്ഞ മാതിരി ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഒരു സുപ്രഭാതത്തിൽ എന്താണ് അത് കളഞ്ഞിട്ട് അപ്പുറത്ത് വേറൊരു ഓപ്പറേഷൻ തിയേറ്റർ അങ്ങനെ പണിയാന്നുള്ള ഉദ്ദേശത്തിലല്ല ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതെപ്പോഴും എന്താണ് വളരെ ഫിനിഷിങ്ങോട് കൂടിയിട്ടായിരിക്കണം. ഒപ്പം തന്നെ വീണ്ടും എക്സ്പാൻഷൻ ഒക്കെ നടത്താൻ പറ്റുമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ അതും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇത് ഡിസൈൻ ചെയ്യാനായിട്ട്. ദെൻ യൂസ് ഓഫ് മെയിൻ്റെനൻസ്, പെട്ടെന്ന് എന്തെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ വരികയാണെങ്കിൽ അത് പെട്ടെന്ന് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ ഒരു ഭാഗം മാറ്റി നിർത്തിയിട്ട് മറ്റൊരു പ്ലേസ് നമുക്ക് യൂസബിൾ ആക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ള രീതിയിലായിരിക്കണം ഇത് രൂപകൽപ്പന ചെയ്യുന്നത്. ദെൻ ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്, എന്തെങ്കിലുമൊക്കെ എക്യുപ്മെന്റ്സുകൾ അല്ലെ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വീണ്ടും ഉപകരണങ്ങളും എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അത് ആ പ്ലേസിൽ നമുക്ക് ആ ഉപകരണം നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് ആ പ്ലേസ് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു ഏരിയസുകളൊക്കെ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. Then a provision of opening need for the installation without affecting ഹാർഡ്നെസ് ഓഫ് സ്ട്രക്ചർ. പിന്നെ വീണ്ടും പറയുന്നത് എന്താണ്, ഘടനയ്ക്ക് എന്തെങ്കിലും ആ ഒരു മർദ്ദത്തില് എന്തെങ്കിലും പ്രോബ്ലംസ് ഒന്നും സംഭവിക്കത്തക്ക വിധത്തിലുള്ള പ്രൊവിഷനോട് കൂടിയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസൈൻ ആയിരിക്കണം ആ റൂമിന് കൊടുക്കേണ്ടത്. പ്രൊവിഷൻ ഓപ്പണിംഗ് നീഡഡ് ഫോർ ദ ഇൻസ്റ്റാളേഷൻ വിത്തൗട്ട് അഫക്റ്റിംഗ് ഹാർഡ്നെസ് ഓഫ് സ്ട്രക്ചർ. അതായത് അതിന്റെ ആ റൂമിന്റെ സ്ട്രക്ചറിനൊന്നും സംഭവിക്കത്തക്ക വിധത്തിൽ ഒന്നും വരാൻ പാടില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കേണ്ടതൊക്കെ ഉണ്ട് എങ്കിൽ അത് സ്ഥാപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേസും അവിടെ ഉണ്ടായിരിക്കണം. അതിനുള്ള ഒരു സാഹചര്യം എന്റെ ആ റൂമിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ റൂം എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട റൂമാണ്. അതുകൊണ്ട് തന്നെ അത് ഡിസൈൻ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. മോഡുലാർ ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ അതിന്റെ മോഡൽ എന്ന് പറയുന്നത് ഇത്തരത്തിലെ കാര്യങ്ങളോട് കൂടി നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ മൊത്തത്തിലാണല്ലോ പഠിക്കുന്നത്. അതായത് അവിടുത്തെ എല്ലാം എന്താ പറയുന്ന ഹൗസ് ഇതിന്റെ ഓൾറൗണ്ട് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഡ്യൂട്ടീസും കാര്യങ്ങളും മാത്രമല്ല അവിടുത്തെ ഘടനയെ കൂടി പഠിക്കുകയാണ്. എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളോടൊക്കെ കൂടിയ ഒരു സംഭവം തന്നെ ആയിരിക്കണം എന്നുള്ളത്. അതിന്റെ ഇതനുസരിച്ചിട്ടുള്ള മോഡുലാറിനാണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത്. Then integrated operation theatre. അതിലാണ് ഇത് എന്തിനാ പഠിക്കുന്നതെന്ന് ഞാനും ആലോചിച്ചത് എന്താണ് ഇതും കൂടി ഇതിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം ക്യാച്ച് ചെയ്ത് പോകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്താന്ന് നോക്കിയാൽ ഫങ്ഷണലി ലിങ്ക് ദ ഓപ്പറേഷൻ തിയേറ്റർ എൻവയർമെന്റ്. This consists of a patient's information, audio, video, surgical lights, room lights, AC and medical equipments. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ മാത്രമേ ഇതിന്റെ ഉള്ളിലുള്ള മറ്റ് സംഭവങ്ങളിലൊക്കെ പറയുന്നത് എന്താണ്, വീഡിയോ ക്ലിയർ ചെയ്യാം, വീഡിയോ നമുക്ക് ഓരോ റൂം ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാം വേണമല്ലോ. അതിന്റെ ലൈറ്റ്സ് നന്നായിട്ട് ലൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അതേമാതിരി തന്നെ അതിൽ AC ഫിറ്റ് ചെയ്യാൻ അല്ലെ, നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ മസ്റ്റ് ആയിട്ട് AC വേണം. അപ്പൊ മെഡിക്കൽ എക്യുപ്മെന്റ്സ് വേണം, വീഡിയോസ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കറിയാം അവിടെ ആ ഇപ്പത്തെ സിസ്റ്റം അനുസരിച്ച് നെറ്റ് കണക്ഷൻ അല്ലെ, ആ ഒരു സിഗ്നൽസിൽ നമുക്ക് പറ്റാത്ത ഒരു കുഞ്ഞു മൂലയ്ക്ക് കൊണ്ട് നമുക്ക് ഇത് സ്ഥാപിച്ചത് ശരിയാവില്ല. അപ്പൊ എല്ലാത്തിനും ഒരു നല്ല പ്ലേസ് അല്ലെ, ആ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കണം ഈ ഓപ്പറേഷൻ തിയേറ്റർ സ്ഥാപിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ദിസ് കൺസിസ്റ്റ് ഓഫ് പേഷ്യൻസ് ഇൻഫോർമേഷൻ, ഓഡിയോ, വീഡിയോ, സർജിക്കൽ ലൈറ്റ്സ്, റൂം ലൈറ്റ്സ്, AC ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഇതെല്ലാമാണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്നത്. Then a hybrid of operation theatre. A surgical theatre that is equipped with a modern medical
imaging devices like CAMs, CT scanners, MRI scanner. This always allows slightly invasive surgery, less incision. നമ്മൾ നേരത്തെ നമ്മുടെ സർജറിയുടെ കാര്യങ്ങൾ പറഞ്ഞു എന്താണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് സർജിക്കൽ തിയേറ്റർ ഒരു സർജിക്കൽ ആയിട്ടുള്ള തിയേറ്റർ ആണ്. ദാറ്റ് ഈസ് എക്വിപ്ഡ് വിത്ത് മോഡേൺ മെഡിക്കൽ ഇമാജിംഗ് ഡിവൈസസ്. ഇന്നത്തെ കാലത്തുള്ള കുറെ മെഡിക്കൽ ഡിവൈസുകൾ അല്ലെ, പുതിയ പുതിയ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ടുള്ള ഡിവൈസുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു എന്താണ് തിയേറ്റർ ആണ് ഇത് ഹൈബ്രിഡ് തിയേറ്റർ. ലൈക്ക് CAMs, അതായത് നമ്മുടെ സിസേറിയൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, CT സ്കാനർ, MRI സ്കാനർ, then this allows slightly invasive surgery, അതായത് ചെറിയ മുറിവുകളോട് കൂടിയിട്ട് സർജറി ചെയ്യാൻ അല്ലെ, നമ്മൾ കീബോർഡ് സർജറിയിലൊക്കെ പറഞ്ഞു. അതേമാതിരി ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ്സുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് എന്തെന്ന് പറയുന്നത് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇതില് പ്രത്യേകിച്ച് കൂടുതൽ ഒന്നും പറയുന്നില്ല. അതായത് ആദ്യത്തേല് നമ്മള് ഇതിന്റെ ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നു. പിന്നെ വീണ്ടും നമ്മൾ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ, അത് ഫങ്ഷണലി ലിങ്ക് എൻവയോൺമെന്റ്, ഓപ്പറേഷൻ തിയേറ്ററിന്റെ ആ എൻവയോൺമെന്റിനോട് ലിങ്ക് ചെയ്യാനാണ്. അതിലെന്താണ് ഈ പേഷ്യൻസിന്റെ എല്ലാ ഇൻഫോർമേഷൻസ്, ഓഡിയോസ്, വീഡിയോസും, സർജിക്കൽ ലൈറ്റ്സും, ബൂംസ് ലൈറ്റ്സ്, AC ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഇതെല്ലാം ഇതിലുണ്ടാവും അല്ലെ. ആ ഓപ്പറേഷൻ തിയേറ്ററിനോട് കൂടിയിട്ടാണ് ഇപ്പോഴത്തെ ഇത്തരം സംഭവങ്ങളൊക്കെ അതിനോട് കൂട്ടിച്ചേർന്ന ഒരു സംഭവം തന്നെയാണ് അല്ലെ. അവരുടെ വ്യക്തിയുടെ പേരും അവരുടെ കുറെ കാര്യങ്ങളും എല്ലാം കീപ്പ് ചെയ്തിട്ട് അതനുസരിച്ചിട്ടാണ് ഈ ഡോക്ടേഴ്സ് പേഷ്യൻസിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അറിയുകയും പിടിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് അതിന്റെ അത് ക്ലിയർ ആയിട്ടായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അപ്പോ അതിന് എന്തെങ്കിലും കാണേണ്ടതുണ്ട്, അല്ലെങ്കിൽ വീഡിയോ കാണേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കേൾക്കേണ്ടതുണ്ട്, അതെല്ലാം സജ്ജീകൃതമാക്കാൻ പറ്റുന്ന ഒരു റൂം, അങ്ങനൊരു നമുക്ക് ലേബിളിൽ കൊടുക്കാം. ആ ഒരു ഇതാണ് എന്താ പറയുന്നത് ഇതിനോട് ചേർന്നിട്ടുള്ള ഒരു സംഭവമാണിത്. അതില് AC ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സും ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ നൂതനമായിട്ടുള്ള സാധനങ്ങൾ അല്ലെ, CT സ്കാനർ, MRI സ്കാനർ, അല്ലെങ്കിൽ ഇൻവസീവ് സർജറി ആയിട്ടുള്ള സംഭവങ്ങൾ, അതായത് ചെറിയ ചെറിയ എന്താ പറയുന്ന മുറിവുകളോട് കൂടിയിട്ട് നമുക്ക് ഓപ്പറേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് എന്ത് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്നുള്ളത്. ഓക്കെയാണോ? 3 കാര്യം, 3 ഓപ്പറേഷൻ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്ററുകൾ നിങ്ങൾക്ക് മനസ്സിലായോ? പറയുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടോ? ഇത് ചെറുതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. നമുക്ക് എന്താ പറയാ കുറച്ചറിഞ്ഞിരിക്കേണ്ടത് എന്നാ മനസ്സിലാക്കേണ്ടത് അല്ലെ. കുറെ ഓപ്പറേഷനുമായ കുറച്ച് പഠനങ്ങൾ മാത്രമല്ല, അതിന്റെ ആ രൂപത്തിനെ കുറിച്ചും കൂടി നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്. ലോങ് ഡ്യൂറബിലിറ്റി, ലോങ് ഡ്യൂറബിലിറ്റി എന്ന് വെച്ചാൽ കൂടുതലായിട്ട് നീണ്ടു നിൽക്കുന്നത്, അതിന്റെ ഡ്യൂറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈട് നിൽക്കുന്ന എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. ഇതില് ഞാൻ ഇപ്പൊ ഇന്നെടുത്തതില് കുറച്ച് സോണുകളെ കുറിച്ച് അതായത് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എന്താണ് ഇതിന്റെ അഭാവങ്ങൾ, ഈ സോണുകളുടെ അഭാവങ്ങൾ, ഇതൊന്നും ചിലർക്ക് ഇല്ല എന്നുള്ള നിർദ്ദേശങ്ങൾ കാണിച്ച കാര്യമാണ്. പിന്നെ കുറച്ചെന്ന് പറയുന്നത് എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ച്, ആ റൂം, അതിന്റെ സജ്ജീകരണങ്ങൾ, അതൊക്കെ എന്തൊക്കെയായിരിക്കണം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഏരിയ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത്രയും പ്രൊട്ടക്ഷൻ, അത്രയും ശ്രദ്ധയും ആ ഏരിയക്ക് ഉണ്ടെന്നുള്ള കാര്യമാണ്. ഇനി എന്താ പറയുക ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ TSSU, അതാണല്ലോ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഡിസ്കസ് TSSU എന്നുള്ളതാണല്ലേ. തിയേറ്റർ, നിങ്ങൾ അതിന്റെ ആ ഒരു ഫുൾ ഫോം ഒന്ന് നോക്കൂ. തിയേറ്റർ സ്റ്റെറൈൽ സർജിക്കൽ യൂണിറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്. TSSU എന്ന് പറയുന്നത് തിയേറ്റർ സ്റ്റെറൈൽ സർജിക്കൽ യൂണിറ്റ്. ഓക്കെ, നമ്മളെപ്പോഴും എന്താണ് അവിടെ സ്റ്റെറൈൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അവിടെ ഓട്ടോക്ലേവ് അതും ആ ഏരിയയിലാണ് വരുന്നത്, പ്രൊട്ടക്റ്റീവ് സോണിലാണ് വരുന്നത്.
തിയേറ്റർ സ്റ്റെറൈൽ സർജിക്കൽ യൂണിറ്റ്. അതിന്റെ സംഭവങ്ങളെല്ലാം എപ്പോഴും നമ്മള് ക്ലീൻ ആയിട്ടുള്ള, ഇപ്പൊ നമ്മള് തിയേറ്ററിലേക്ക് പോണേക്ക് മുമ്പ് എന്താണ് നല്ല അണുവിമുക്തമായ ഡ്രസ്സും ക്ലോത്ത്സും ഒക്കെ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം ധരിച്ചതിന് ശേഷം മാത്രമേ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അവിടെ അത് ആ സോണിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഫുൾ ഫോം നോക്കുക, തിയേറ്റർ സ്റ്റെറൈൽ സർജിക്കൽ യൂണിറ്റ്. ഓക്കെ, ഇനി എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യാലോ? ഹലോ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ, ഓക്കെ. Then preventive measure against hazards in operation theatre. അപ്പൊ നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും മുൻകരുതലുകൾ അല്ലെ, മീനിങ്സ് ആ മെഷേഴ്സ് എന്ന് പറയുന്നത്. ഹസാർഡ്സ് എന്ന് പറയുന്നത് എന്താ, അപകടം. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലെ, സ്പില്ലേജ് വേസ്റ്റിലൊക്കെ പഠിച്ചു. ഹസാർഡ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വേർഡായിരുന്നു. അപ്പൊ എന്തെങ്കിലും അപകടങ്ങളൊക്കെ തിയേറ്ററിൽ സംഭവിക്കുമ്പോൾ എന്തെങ്കിലും മുൻകരുതലുകൾ, പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ അത് തടയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മെഷർ അല്ലെ, ആ ഒരു അളവ് നമ്മൾ നേരത്തെ കൂട്ടി മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. Put on shoes prepared for nurses with non-slip soles. അതായത് എപ്പോഴും എന്താണ് അവര് ധരിച്ചിരിക്കണം, എന്ത് ചപ്പൽസ് നമ്മൾ പാദരക്ഷകൾ ധരിച്ചിരിക്കണം. പക്ഷെ അത് എന്താവാൻ പാടില്ല എന്ന് പറയുന്നത്, ഒരിക്കലും സ്ലിപ്പ് ആവാൻ പറ്റുന്ന തരത്തില് അവര് സ്ലിപ്പ് ചെയ്ത് പോവാനൊന്നും പാടില്ല. പക്ഷെ പാദരക്ഷകളൊക്കെ അവർ ഉപയോഗിച്ചിരിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. Put on shoes prepared for nurses with non-slip soles. Then next, handle sharp objects with the utmost care. Proper waste disposal also. നമ്മൾ നേരത്തെ സ്പില്ലേജ് വേസ്റ്റ് പറഞ്ഞത് തന്നെയാണ്. എന്താണ്, നമ്മളെ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് വസ്തുക്കൾ നമ്മൾ യൂസ് ചെയ്യും ഓപ്പറേഷൻ തിയേറ്ററിൽ. വിത്ത് അറ്റ്മോസ്റ്റ് കെയർ, എപ്പോഴും എന്താണ് നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓൾസോ, അത് എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മളത് ആ വേസ്റ്റിലൊക്കെ നിക്ഷേപിക്കേണ്ടത്, അത് കൃത്യമായ ആ സ്ഥലത്ത് തന്നെ നിക്ഷേപിക്കണം. ഇപ്പൊ എക്യുപ്മെന്റ്സ് ആണെങ്കിലും ഉപയോഗിച്ച എക്യുപ്മെന്റ്സുകൾ എവിടെ നിക്ഷേപിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഓരോ പ്ലേസുകൾ ഉണ്ട്, അന്ന് ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ലേബിൾ ചെയ്ത പ്ലേസുകളിൽ തന്നെ അത് ഡിസ്പോസ് ചെയ്യണം. The next point, install ground fault circuit interpreters. All a skilled electrician to test and repair damaged equipment. നമുക്കറിയാം ഹോസ്പിറ്റലില് അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്, വെളിച്ചം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ എന്തെങ്കിലും ഗ്രൗണ്ട് ഫോൾട്ട്, എന്തെങ്കിലും ചിലപ്പോൾ സർക്യൂട്ട് അല്ലെ ഷോർട്ട് സർക്യൂട്ട് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ കോൾ എ സ്കിൽഡ് ഇലക്ട്രീഷ്യൻ ടു ടെസ്റ്റ് ആൻഡ് റിപ്പയർ ഡാമേജ് എക്യുപ്മെന്റ്സ്. ആ എക്യുപ്മെന്റ്സ് ഒക്കെ ഡാമേജ് ഒക്കെ റിപ്പയർ ചെയ്ത് ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യനെ വിളിക്കേണ്ടതുണ്ട്. Then next point, put on a radiation thermistor patch or other. When exposed to radiation, follow all safety instructions to listen exposure to a minimum. എപ്പോഴും നമുക്കറിയാം റേഡിയേഷൻ എന്നൊക്കെ പറയാൻ നമ്മൾ നേരത്തെ പഠിച്ചു വരുന്ന റേഡിയേഷൻ ഒക്കെ നടത്തുമ്പോൾ കെമിക്കൽ ആയിട്ടുള്ള നമുക്ക് സ്പില്ലേജ് ആണല്ലോ. അപ്പൊ അത് സ്പ്രെഡ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ബാഡ്ജ് അവർക്ക് നടത്തേണ്ട വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പുട്ടോൺ അത് അവർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അതൊക്കെ ചെയ്തിരിക്കണം. പിന്നെ ഫോളോ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ്, അതിന്റെ സേഫ്റ്റി ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ലെസൺ ചെയ്ത് അതെല്ലാം മിനിമം അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടും അവരെ അത് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാനൊക്കെ ആയിട്ട് തയ്യാറെടുത്തിരിക്കണം. Then install air conditioning with the effective general ventilation in the operating room to lessen heat, stress and remove odors, gases and vapors. നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ എപ്പോഴും എയർ കണ്ടീഷൻ ആണ്. അപ്പൊ അവിടെ നിന്ന് ആ വെന്റിലേഷൻ ഒക്കെ വഴി കൃത്യമായിട്ട് എപ്പോഴും എന്താണ് പറയുക, അവിടെ നിന്നൊക്കെ പെട്ടെന്ന് ഒരു കൂളിംഗ് നിന്ന് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അവിടെ ഗ്യാസസ് അല്ലെങ്കിൽ നീരാവികൾ സ്പ്രെഡ് ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം വരും. അപ്പൊ അത് റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അവർ കൃത്യമായിട്ട് തന്നെ വെന്റിലേഷൻ അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അതിന് നമ്മളുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കണം. പിന്നെ nurses sensitive to natural rubber latex must use non-latex or powder-free latex gloves and avoid contact with other latex product. നമുക്കറിയാം എല്ലാ വ്യക്തികൾക്കും ഒരേ ഇതല്ല അല്ലെ, എല്ലാ വ്യക്തികൾക്കും ചിലർക്ക് അലർജി ഡിസീസസ് ഒക്കെ ഉണ്ടാകും.
അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഈ നഴ്സുമാര് പഠിച്ച എല്ലാവർക്കും ഒരേ സ്കിൻ തന്നെ ആയിരിക്കണം എന്ന് എല്ലാവർക്കും ചിലപ്പോൾ അലർജികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോഴ എന്താണ് അവര് സെൻസിറ്റീവ്, അവർക്ക് അങ്ങനെയുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ട് എന്നാണ് നാച്ചുറൽ ഡാക്ടിക്സ്. എന്തെങ്കിലും ഈ ഗ്ലൗസുകളൊക്കെ യൂസ് ചെയ്യേണ്ടതാണ്, മസ്റ്റ് ആണല്ലോ. അപ്പൊ അത് അല്ലാത്ത തരത്തിലുള്ള എന്താണ് പറയുന്നത് അലർജി ഇല്ലാത്ത അവർക്ക് കംഫർട്ട് ആയിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യാം. ഇൻ കേസ് പൗഡർ ആണെങ്കിൽ അതെല്ലാം മിക്കവാറും ഈ ഗ്ലൗസിലെല്ലാം പൗഡർ ഒക്കെ പിടിച്ചിരിക്കും. അപ്പൊ ആ പൗഡർ ഫ്രീ ആയിട്ടുള്ള ഇതുകൾ ഗ്ലൗസുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കണം. എപ്പോഴും നമ്മൾ എന്തായിരിക്കണം, എപ്പോഴും നമ്മൾ പ്രിവെന്റ് ആയിരിക്കണം അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് അതർ ലാക്ടേസ് പ്രോഡക്റ്റ്. നമ്മള് അതായത് അങ്ങനെയുള്ള ഡിസീസസ് ഉള്ള വ്യക്തികൾ അതിനെ പ്രത്യേകം ശ്രദ്ധിച്ച് അന്ന് നമുക്ക് മറ്റുള്ള ആ വ്യക്തികളിൽ നിന്നല്ലേ നമ്മൾ ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലുമ്പോൾ എപ്പോഴും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിരിക്കണം. അപ്പൊ അവർക്ക് എന്താണ് സൂട്ടബിൾ ആയിട്ടുള്ള അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. Then follow established and appropriate infection control precautions assuming blood body fluids. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ടായിരുന്നു. എപ്പോഴും രോഗങ്ങൾ വരാതിരിക്കാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം എന്നുള്ളത്. ഇപ്പൊ ബ്ലഡ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്ലഡിൽ നിന്നോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നൊക്കെ എന്താണ് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവര് എന്താണ് PPE കിറ്റ് അവിടെയൊക്കെ പോയി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള PPE കിറ്റ് ധരിച്ചിരിക്കണം. അപ്പൊ അതെല്ലാം പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതനുസരിച്ച് അപ്രോപ്രിയേറ്റ് ഉള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ അവർ യൂസ് ചെയ്യാൻ പ്രിക്കോഷൻസ് എടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു ബ്ലഡിൽ നിന്ന് വരാൻ ഫ്ലൂയിഡ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ഒക്കെ ചെയ്തതാണ്. അപ്പൊ അത് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് മുന്നോടിയായിട്ട് അതിൽ നിന്നൊന്നും അണുക്കളൊന്നും ഈ നഴ്സുമാരിലൊന്നും അല്ലെ ഹെൽത്ത് വർക്കേഴ്സിനൊന്നും അത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് അവർ എടുത്തിരിക്കണം. Then wash hands and other exposed skin surface after coming into contact with the blood or body fluid. ബോഡി ഫ്ലൂയിഡിനെയോ അല്ലെങ്കിൽ ബ്ലഡുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താ അത് പെട്ടെന്ന് തന്നെ ആ ഒരു സ്കിൻ സർഫേസ് ആ ഗ്ലൗസ് ഇട്ടാൽ തന്നെ എന്ത് ചെയ്യും, അവരത് ഊരി മാറ്റിയിട്ട് നമുക്കറിയാം അവർ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. വാഷ് ഹാൻഡ്സ് ആൻഡ് അതർ എക്സ്പോസ്ഡ് സ്കിൻ സർഫേസ് ആഫ്റ്റർ കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ്. ദ നെക്സ്റ്റ് പ്രൊവൈഡ് ലിഫ്റ്റിംഗ് എയ്ഡ്സ് for the lifting the shift of heavy patients. Consult an occupational safety specialist on the safe handling of heavy patients. അതായത് നമുക്ക് ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതായത് HIV അങ്ങനെ ഉള്ള രോഗികൾ അല്ലെ, എയ്ഡ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴെന്താണ് അവർക്ക് നല്ല ഇത്തിരി കൂടി പ്രൊട്ടക്ഷനാണ്. നമ്മളെ പക്ഷേ രോഗങ്ങൾ ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഏത് തിയേറ്ററിലാണെങ്കിലും നമ്മളെ രോഗങ്ങളിലെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാകേണ്ടത് അത് യൂസ് ചെയ്തിട്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓൺ ദ സേഫ് ഹാൻഡ്ലിംഗ് ഓഫ് ഹെവി പേഷ്യൻസ് ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പ്രൊവൈഡിങ് ലിഫ്റ്റിംഗ് എയ്ഡ്സ് ഫോർ ദ ലിഫ്റ്റിംഗ് ആൻഡ് ഷിഫ്റ്റ് ഓഫ് ഹെവി പേഷ്യൻസ്. Consult an occupational safety specialist on the safe handling of heavy patients. ഇതൊക്കെ എന്താ പറയുക അവരുമായി തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതനുസരിച്ച് തന്നെ അത് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. ചെക്കിംഗ് ഫോർ അനസ്തെറ്റിക് ആൻഡ് ഓക്സിജൻ ഗ്യാസ് ലീക്കേജ്. എന്തെങ്കിലും ലീക്കേജുകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. ഓപ്പറേഷന് മുമ്പോ ലീക്കൗട്ട് ഉണ്ടോ എന്നുള്ള കാര്യം ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ. എന്തെങ്കിലും നമുക്കറിയാം ഇവിടുത്തെ വരുമ്പോൾ ഇപ്പൊ എവിടെയാണെങ്കിലും അതൊക്കെ സ്ഥാപിക്കണമെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക ഫയർ സേഫ്റ്റിയിൽ ഇത് വേണം, നടപടികളൊക്കെ നടത്തിയിരിക്കണം. അപ്പൊ കൺട്രോൾ ഫയർ ഡേഞ്ചറസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതെല്ലാം എന്താണ് പ്രിവെന്റീവ് മെഷർ അഗെയിൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേറ്റിംഗ് തിയേറ്ററിൽ. ഓപ്പറേറ്റിംഗ് തിയേറ്ററിൽ വരാവുന്ന ആ അപകടങ്ങൾക്ക് മുൻകരുതലുകളായിട്ട് ഇപ്പൊ ഫയർ വന്നാലും എനിക്ക് എന്താ പറയുക ഓക്സിജൻ ലീക്കേജുകൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. ഇൻ കേസ് വന്നാൽ എന്തൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ സ്പില്ലേജ് വേസ്റ്റിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം, അതിനെ കൺട്രോൾ ചെയ്തിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രിവെന്റ് അതിന്റെ മുൻകരുതലുകൾ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓപ്പറേഷൻ തിയേറ്ററിൽ മുൻകരുതൽ അവിടെ ഉണ്ടായിരിക്കേണ്ട ചില എന്താണ് മുൻകരുതലുകളെ കുറിച്ചിട്ടാണ് ഇവിടെ വിവരിച്ചത്. ഓക്കെയാണോ? കിട്ടിയോ? ഇത് നിങ്ങൾക്ക് വായിച്ച അല്ലെ നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത ഒരു ലെസൺ ആണ്. വീണ്ടും പറയേണ്ടതുണ്ടോ?
ഹലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? വീണ്ടും ഒന്നുകൂടി ക്ലിയർ ആയില്ലേ? പുട്ട് ഓൺ ഷൂസ് ഞാൻ ഓരോന്നും നിർത്തി തന്നെയല്ലേ പറഞ്ഞത്. പുട്ട് ഓൺ എന്തെങ്കിലും നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. പുട്ട് ഓൺ ഷൂസ് പ്രിപ്പയർഡ് ഫോർ നാസസ് വിത്ത് നോൺ സ്ലിപ്പ് സോൾസ് and sharp objects with the utmost care, proper waste disposal also. Install ground fault circuit indicators, call a skilled electrician to test and repair damaged equipment. Put on radiation dosimeter. അതായത് അന്നത്തെ ആ ഒരു ഇതിലൊക്കെ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പാഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന്റെ ആ ലേബിൾ പറയുന്നത്. When exposed on to radiation, follow all safety instructions to lessen exposure to a minimum. Install air conditioning with the effective general ventilation in the operating rooms to lessen heat stress and remove odors, gases and vapors. Sensitive to എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ വായിച്ചു പോകുന്നില്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ വായിക്കുന്ന കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി പോകുന്നുണ്ടല്ലോ അല്ലേ? Install air condition with effective general ventilation കഴിഞ്ഞു. Nurses sensitive to natural rubber latex must use non-latex or powder free latex gloves and avoid contact with other latex products. Then follow step. Avoiding കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓർക്കണല്ലേ? അതിന്റെ ഒരു പ്രിവെന്റ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. Follow established and appropriate infection control precautions assuming blood body fluids. Wash your hands, then provide lifting aids അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. Then checking of anesthetic and oxygen gas leakages, control of the fire danger. ഡിസ്കസ് ചെയ്ത് മനസ്സിലാവുന്ന കാര്യമല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ക്ലിയർ ആയോ? അറിയോ? നിങ്ങൾ റിപ്ലൈ ഒന്നുമില്ലല്ലോ. എന്തായാലും നമുക്ക് എന്താണെന്ന് നോക്കാം. അൺമ്യൂട്ട് ചെയ്യാം. എമർജൻസി എക്യുപ്മെന്റ് പേര് എടുക്കാം അല്ലെ? എമർജൻസി എക്യുപ്മെന്റ് നോക്കാം. ഓക്കെ, പറയൂ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇനി അടുത്തൊരു ചാപ്റ്ററോട് അടുത്തൊരു ക്ലാസ്സോട് കൂടി നമുക്കിത് അവസാനിപ്പിക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതാം. അപ്പൊ എങ്ങനെയാ ഓപ്പറേഷൻ തിയേറ്റർ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലേ? വലിയ പ്രശ്നമില്ലാത്ത ചാപ്റ്റർ അല്ലേ? ആദ്യത്തെ 2 ക്ലാസ്സിൽ മാത്രം നമ്മൾ ഇച്ചിരി കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ട വന്നുള്ളൂ. ഈ ക്ലാസ് വളരെ സിമ്പിൾ ആണ്. എന്നാൽ ആ റൂമിന്റെ കാര്യവും അല്ലെങ്കിൽ അവിടെ ഇരിക്കേണ്ട പ്രിപ്പറേഷന്റെ കാര്യവും ഒക്കെ കുറച്ച് പറഞ്ഞുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു? ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുറച്ചു നേരം കൂടി ഉണ്ടല്ലേ? എമർജൻസി എടുത്തോട്ടെ. എന്നാ ഞാൻ നിങ്ങൾക്ക് വലിയ ഡൗട്ടുകളൊന്നുമില്ല എങ്കിൽ എമർജൻസി എടുത്തോട്ടെ. ഞാൻ എമർജൻസി അപ്പൊ എമർജൻസി ഇതും കൂടി നമുക്കൊന്ന് നോക്കാം. എന്താണ് എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആണ്. എമർജൻസി നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. പെട്ടെന്നല്ലേ? പെട്ടെന്നുള്ള ആവശ്യത്തിന്റെ എക്യുപ്മെന്റ്സുകൾ അതെല്ലാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഓപ്പറേഷൻ തിയേറ്റർ ആകുമ്പോൾ നമുക്കറിയാം എമർജൻസി എപ്പോഴും ആവശ്യമാണ്. എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ വരിക. അപ്പൊ അവിടെ എന്താണ് അതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. കാർഡിയാക് ട്രോളി വിത്ത് ഡിഫിബ്രിലേറ്റർ ഹാസ് ടു ബി റെഡിലി അവൈലബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഫിബ്രിലേറ്റർ എന്ന് വെച്ചിട്ടാണ്. ആരെങ്കിലും ഞാൻ പറഞ്ഞതൊക്കെ ഓർക്കണ്ടോ നോക്കട്ടെ. ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്? എന്താണ് ഈ ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത് പറയാമോ? ആ മെഷീൻ നമ്മൾ എന്തിനോ എപ്പോഴോ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് ഡിഫിബ്രിലേറ്ററിനെ കുറിച്ച്. ഓക്കെ, ഇപ്പോൾ ലൈഫ് സേവിങ് ആണ്. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ആരെങ്കിലും? നമ്മുടെ എന്താ പറയണേ, ആ ഹൃദയ ഇടിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എയ്ഡ് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന നമ്മളെ എവിടെയാണ്? നമ്മളെ ഒരു ട്രാൻസ്ഫോർ പേഷ്യന്റിലാണ് അത് പറഞ്ഞത്. നമ്മൾ അങ്ങനെ കൊണ്ടുപോകുന്ന ടൈമില് ഇങ്ങനെ ഒരു മെഷീനും കൂടി യൂസ് ചെയ്യേണ്ടതുണ്ട്, അത് കീപ്പ് ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്താണ് ഈ ഡിഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞത്? അതായത് നമ്മൾക്ക് ഫസ്റ്റ് അല്ലെ, നമ്മുടെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താണ് ഈ മെഷീൻ യൂസ് ചെയ്യും. ഇതൊരു മെഷീനാണ്.
അതായത് നമ്മുടെ ശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഇരിപ്പ്. ഓക്കെ, അങ്ങനെയല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശ്വാസം, ഹൃദയമിടിപ്പ്, അതല്ല, ഹേർട്ടിന്റെ ബീറ്റ് നോർമലൈസ് ചെയ്യാനായിട്ടുള്ള അത് ശരിയാണ്. അതെങ്ങനെയാ മെഷീൻ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതൊരു ചെറിയ വൈദ്യുത പ്രവാഹമാണ് അതിൽ കൊടുക്കുന്നത്. അതെന്താണ്, ചെസ്റ്റിനോട് ചേർന്നതെന്ന് മുട്ടിക്കുമ്പോൾ അത് ആ ഞരമ്പിലൂടെ നെഞ്ചിൽ അമർത്തി കഴിയുമ്പോൾ, അമർത്തി കഴിയുമ്പോൾ എന്താണ്, അവിടെ ഒരു വൈദ്യുത പ്രവാഹം കൊടുക്കുമ്പോൾ ആ ഞരമ്പുകളൊന്ന് പ്രവർത്തിച്ചു, അല്ലെ, ഹൃദയത്തിന്റെ ഇടിപ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനുശേഷം നമ്മൾ അതിനാവശ്യമായിട്ടുള്ള മെഡിസിൻസ്, ഞരമ്പുകളെ സങ്കോചിക്കുക, അതിലുള്ള ആ മെഡിസിൻസ് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കനാലിലൂടെ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വീണ്ടും അത് കൈകാര്യം ചെയ്യും. അപ്പൊ ഈ ഫസ്റ്റ് ആ നെഞ്ചിരിപ്പ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മളിങ്ങനെ പറയില്ലേ, നമ്മളിങ്ങനെ വായു കൂടെ ശ്വാസം കൊടുക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് കൊടുക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ, ഇതിപ്പോ നമ്മള് ആംബുലൻസിലൊക്കെ ട്രാൻസ്ഫർ പേഷ്യന്റിനെ നമ്മൾ എന്താ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോവുകയാണ് എമർജൻസി ആയിട്ട്. അപ്പൊ ആ കൊണ്ടുപോകുമ്പോൾ ഈ സംഭവം അവിടെ കീപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ അവർക്ക് പെട്ടെന്ന് കൊടുക്കാൻ സാധിക്കും. സ്ഥിതിപ്പെട്ടി പോലെയാണ് ഇരിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. എനിവേ അത് കൊടുക്കുമ്പോൾ എന്താണ്, അതിന്റെ ആ ഞരമ്പ് ഒന്നും കൂടി നമ്മുടെ ഹേർട്ട് ഇടിച്ചു തുടങ്ങും, പ്രവർത്തനം, അല്ലെ, ശ്വാസം, നമ്മുടെ ജീവൻ നിലനിന്ന് തുടങ്ങും. അപ്പൊ വീണ്ടും അത് റണ്ണിങ് ആയി തുടങ്ങും. അതിനാണ് ആ ഒരു ഡിഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞ മെഷീൻ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഞങ്ങൾ അന്ന് ഡിസ്കസ് ചെയ്തതാണ് നമ്മള്. പക്ഷെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത വേർഡ്സ് ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ മറന്നു പോകുന്നത്. അതായത് അങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ്, അതൊരു ചെറിയൊരു വൈദ്യുത പ്രവാഹം നമ്മുടെ നെഞ്ചിലൂടെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ആ നെഞ്ചിരിപ്പ് വീണ്ടും വരാനായിട്ട് തുടങ്ങും. അപ്പൊ വീണ്ടും എന്താണ്, ശ്വാസം എടുത്ത് സാധാരണ ജീവിത രീതിയിലേക്ക് ആണ് എന്താണ് പറയുന്നത്, കാർഡിയാക് ട്രോളി വിത്ത് ഡിഫിബ്രിലേറ്റർ ഹാസ് ടു ബി റെഡിലി അവൈലബിൾ. അത് ഇൻ കേസ് അങ്ങനെ നിലച്ചു പോകുന്ന ടൈം ആണെങ്കിൽ തന്നെ അതെല്ലാം എന്താണ് പെട്ടെന്ന് തന്നെ ആ ഒരു മെഷീൻസ് ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് എമർജൻസി ആയിട്ട് അത് അവിടെ കീപ്പ് ചെയ്തിരിക്കണം. ഡു ഓൾ പേഴ്സണൽ നോ ഇറ്റ്സ് ലൊക്കേഷൻ. അവിടെയുള്ള പേഴ്സൺസ്, അതായത് ഓപ്പറേഷൻ തിയേറ്ററിനുള്ള എക്യുപ്മെന്റ്സുകൾ എന്തെങ്കിലും കംപ്ലൈൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ തന്നെ അത് അല്ലെങ്കിൽ എവിടെയെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ വ്യക്തികളെ കുറിച്ചും അവരുടെ ലൊക്കേഷനെ കുറിച്ചും കൃത്യമായിട്ട് നോളജ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഓൾറെഡി എല്ലാ വ്യക്തികളും എക്യുപ്മെന്റ്സ് ഉണ്ട്, ഓക്കെ, റെഡി, ഓക്കെ, അതൊക്കെ ശരിയാണ്. ഇൻ കേസ് പക്ഷെ ചില എക്യുപ്മെന്റ്സുകളും ഈ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അറിയാവുന്ന വ്യക്തികൾ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും മറ്റേതെങ്കിലും പ്ലേസിലൊക്കെ ആയിരിക്കും. പക്ഷെ അവരെ കുറിച്ചൊക്കെ അറിയണം, അവരുടെ ലൊക്കേഷൻ എവിടെയാണ്, അത് അവര് ഏത് പ്ലേസിലാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. Then specific duties of each person to be performed in a connection with the emergency equipment, checking of medicines which are expired and preventive maintenance of equipments. നമ്മൾക്കറിയാം ഈ മെഷീൻസ് എപ്പോഴും ആവശ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താ പറയണ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ കുറെ മെഷീൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ പറഞ്ഞു ആ മെഷീൻസിനൊക്കെ എക്സ്പയർ കുറച്ച് കഴിഞ്ഞു, അതിന്റെ ബാറ്ററി ഒക്കെ ഇത് ആണോ, റണ്ണിങ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് അതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അത് കൈകാര്യം ചെയ്യാനായിട്ട് എന്താണ് ആളുടെ ആ വ്യക്തിയെയും അവരുടെ ലൊക്കേഷനെയും എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നാണ് എന്താണ് എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസിൽ പറയുന്നത്. എക്യുപ്മെന്റ്സ് വേണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഉള്ള എമർജൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടോപ്പിക്കിൽ അവർ കൊടുത്തിരിക്കുകയാണ്. എന്താ, എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആണ്. അതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് കാർഡിയക് ട്രോളി വിത്ത് ഡിഫിബ്രിലേറ്റർ ഹാസ് ടു ബി റെഡിലി അവൈലബിൾ, എപ്പോഴും റെഡി ആയിട്ടിരിക്കണം. ഡു ഓൾ പേഴ്സൺസ് നോ ഇറ്റ്സ് ലൊക്കേഷൻ, അവരുടെ എല്ലാ പേഴ്സൺസിന്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. സ്പെസിഫിക് ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് പേഴ്സൺ ടു ബി പെർഫോംഡ് ഇൻ എ കണക്ഷൻ വിത്ത് emergency equipment, checking of medicines which are expired and preventive maintenance of equipment. എന്തെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ വരുത്തേണ്ടത് അല്ലെങ്കിൽ അതിന് എക്സ്പയർഡ് കഴിഞ്ഞു അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ചെക്കിംഗ് ഒക്കെ നടത്തേണ്ടതുണ്ട് എങ്കിൽ അതെല്ലാം കൃത്യമായി തന്നെ അത് ചെയ്തിരിക്കണം. അതൊക്കെ എമർജൻസി പർപ്പസ് ആയിട്ട് തന്നെ നമ്മൾ മൈൻഡിലേക്ക് വെച്ചിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കണം എന്നുള്ള ഒരു ഡ്യൂട്ടീസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതായത് ഇതുവരേക്കും ഇനിയുള്ളത് നമുക്ക് എന്താ പറയാ, ലാസ്റ്റ് ഒരു പേജ് മാത്രമേ ഉള്ളൂ. അത് ക്വസ്റ്റ്യൻസും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തരാം. അതോടുകൂടി നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ കഴിയും.
അപ്പോ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് വെന്റിലേറ്റർ ആണ്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അതിനെ കുറിച്ച് എടുക്കാം. ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് എടുത്തിട്ട് അങ്ങനെ നീങ്ങാൻ നോക്കുന്നത്. നിങ്ങൾക്ക് ഒരു 3 മാസം ആകുമ്പോഴേക്കും എന്താ പറയുക, ഫസ്റ്റ് പേപ്പർ ഫസ്റ്റ് സെക്കൻഡ് ആയിട്ടുള്ള പേപ്പർ തീർക്കണം എന്നാണ്. അപ്പോ അതനുസരിച്ച് ഞാൻ നോക്കണ്ട്. ചെറിയ ചെറിയ പോർഷൻസ് ആണ് നമ്മൾ ആദ്യം തീർത്ത് വെക്കുന്നത്. വില്ലേജ് വേസ്റ്റ് പോലെയുള്ള വലിയതൊക്കെ പെട്ടെന്ന് തീർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് 2-3 ഉണ്ട് ഇതിന്റെ വഴിയിൽ അത് ചെറുത് കഴിഞ്ഞിട്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എനിവേ കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആർക്കും ഒരു റിപ്ലൈയും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.